പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം തിരുമലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിൽ കയറി 4 അംഗ സംഘത്തിന്റെ ആക്രമണം. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റവർ പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സുനിഷ എല്ലിയൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, എന്താണ് സംഭവം? എപ്പോഴാണ് സംഭവം? ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 4ഓളം പേർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി ഇവരെ ആക്രമിക്കുകയും ഒപ്പം തന്നെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പരാതിയായി പറഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഒരുപക്ഷെ ഈ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ അടക്കം ഈ വലിച്ചുവാരി ഇട്ടിരിക്കുന്നതായി കാണാൻ കഴിയും. അങ്ങനെ ഈ ആക്രമി സംഘം എത്തി ആക്രമിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പ്രധാനമായും അതിനുള്ള കാരണമായി പറയുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഈ 4 അംഗ സംഘം ഒരു പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പിരിവ് നൽകിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാണ് അടുത്ത ദിവസം ഇതേ രീതിയിലുള്ള അക്രമവുമായി എത്തിയത് എന്നതാണ്. മർദ്ദിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർക്ക് 20ഓളം പേർ താമസിക്കുന്ന ഒരു വീടാണ്. ഈ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ കയറി ആക്രമണം നടത്തിയത്. 2 പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സാരമുള്ള പരിക്കല്ല, എങ്കിൽ പോലും മർദ്ദനമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ വീട്ടിലെ പല സാധനങ്ങളും നശിപ്പിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിനിടയിലാണ് ഇവർ പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രതികൾ ആരെന്ന് നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അരുൺ, ഓക്കെ, എന്തായാലും കഷ്ടമായി പോയി. ഇവർ ഏത് സംഘടനക്കാരാണ്? അങ്ങനെ വല്ല വിവരവും കിട്ടുന്നുണ്ടോ സുനിഷ? അരുൺ, നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു കാര്യം കിട്ടുന്നില്ല. പക്ഷേ നാട്ടിലുള്ള ചിലർ പറയുന്നത് ഈ ഡിവൈഎഫ്ഐ സംഘടനയിൽ പെട്ടതാണ്. അതിലൊരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് കൃത്യമായി അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആരോപണങ്ങൾ മറ്റു ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്കത് വസ്തുത ശരിയാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സംഘടനയുടെ പേര് പറയുന്നതായിരിക്കും ഉചിതം.